ഹലോ. അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു റീല് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. സാരി കൊടുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. അമ്മയുടെ സാരിയാണ് ഇഷ്ടപ്പെട്ടപ്പം ഏകദേശം മാച്ചായൊരു ബ്ലൗസും കണ്ട് സെറ്റ് ചെയ്ത് ഉടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫേസ് ചെയ്യാം. ആകെ മൊത്തത്തിൽ ഡള്ളായി കിടക്കുകയാണ്. ഒന്ന് റെഡിയാക്കി എടുക്കണം. നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കൺസീലർ എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് കുരു വന്നിട്ട് കലയുണ്ടായിട്ടുണ്ട്. അതൊന്ന് ഏകദേശം കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. ജസ്റ്റ് റീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, കുറച്ച് ഫിൽറ്ററൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കതാണ് പൊതുവേ ഇഷ്ടം. അങ്ങനെ ഏറെക്കുറെ സെറ്റായി. അത് കഴിഞ്ഞിട്ട് BB ക്രീം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഫേസ് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് വെച്ചു. അപ്പം ഏറെക്കുറെ എല്ലാ ഭാഗവും കവർ ചെയ്തു എന്നാണ് എനിക്ക് ഫോണിൽ നോക്കിയപ്പോൾ തോന്നിയത്. അപ്പം ഏകദേശം സെറ്റായി. ഇനി ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ത്രെഡ് ചെയ്തിട്ട് കുറേ ആയി, അതുകൊണ്ട് വിചാരിച്ച പോലെ അങ്ങ് സെറ്റായില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഐബ്രോൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. ഇനി കണ്ണെഴുതാം. അപ്പോൾ ഒരു പഴയ സ്റ്റിക്കാണ്, അത് വെച്ചിട്ട് കണ്ണിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഐലൈനർ വെച്ചിട്ട് മുകളിൽ വരച്ചു കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവട്ടോ, പക്ഷെ നല്ല ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഐലൈനർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മസ്കാരയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്യുന്ന കണ്ടപ്പം ഞാൻ വേറൊരു ഐലൈനർ എടുത്തു. എന്നിട്ട് അത് അടിയിലും അതുപോലെ തന്നെ മുകളിലും ഫില്ല് ചെയ്ത് കൊടുക്കും. കണ്ടോ, നന്നായി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒന്നും കൂടി ഇത് വാട്ടർ പ്രൂഫ് ആട്ടോ രണ്ടാമതെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ ഒന്ന് സെറ്റായി നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഇട്ടിട്ടില്ല ഐ ഷാഡോ. അങ്ങനെ ഞാൻ കിട്ടിയൊരു കളർ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒന്ന് സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇച്ചിരി ഡാർക്ക് കളറാണ് എടുത്തത്, കാരണം എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് ഇച്ചിരി ന്യൂഡാണ്. അപ്പം അതുമായിട്ടൊന്ന് മാച്ചപ്പ് ചെയ്ത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഏറെക്കുറെ സെറ്റായി. എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഒരു ചുവപ്പ് പൊട്ട് വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലുക്കൊക്കെ ഒന്ന് നോക്കി ഓക്കെയാണ്. അത് കഴിഞ്ഞ് സിന്ദൂരം വരച്ചു കൊടുക്കുകയാണ്. പിന്നെ അത് കുറിയൊന്നും അല്ല കേട്ടോ, ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ വെച്ചിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ ഞാൻ മുടി ചീവി വൃത്തിയാക്കുകയാണ്. നല്ല ജട ഇരിപ്പുണ്ടായിരുന്നു മുടിയിൽ. കുളി കഴിഞ്ഞിട്ട് ഞാൻ മുടി ഒന്നും ചീവി ഒതുക്കിയില്ലായിരുന്നു. അങ്ങനെ നടു എടുത്തിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടുവൊക്കെ എടുത്തിട്ട് രണ്ട് സൈഡും സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തു. ഇനി വേണം പൂവൊക്കെ വയ്ക്കണം. അങ്ങനെ അപ്പോഴാണ് ഞാൻ കമ്മലൊക്കെ കണ്ടുപിടിച്ച് ഇട്ടത്. ഏകദേശം മാച്ചാണ് അല്ലേ, മാച്ചായിട്ട് തോന്നുന്നില്ലേ? അങ്ങനെ അത് സെറ്റായി. അങ്ങനെ ഒരു റെഡും ഗ്രീനും കൂടെ വള മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് അനിയത്തിയുടെയാണ്. അങ്ങനെ പൂ ആദ്യം ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ മാറ്റി ഇങ്ങനെയാക്കി. അപ്പം ഏറെക്കുറെ എല്ലാം സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് റീലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്, എന്നാലും ഒട്ടും കുറയ്ക്കേണ്ട. അങ്ങനെ അപ്പം റീല് പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.